ലോക എയ്ഡ്സ് ദിനാചരണത്തിന് ജില്ലയിൽ തുടക്കമായി. വിളംബര റാലിയോടെയാണ് പൊതുപരിപാടികൾക്ക് തുടക്കമായത്. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, ജില്ലാ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായാണ് എയ്ഡ്സ് ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിന് മുൻവശത്ത് നിന്നും അണിനിരന്ന വിളംബര റാലിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. മുട്ടിക്കുളങ്ങര KAP ഡെപ്യൂട്ടി കമാൻഡന്റ് S. മണികണ്ഠൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുട്ടിക്കുളങ്ങര സെന്റ് ആൻസ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം A. പ്രഭാകരൻ MLA നിർവഹിച്ചു. നമുക്ക് കാണാൻ കഴിയും. മിക്കവാറും ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ പ്രായത്തിൽ 25 വയസ്സിന് താഴെ മുതലാണ് 80% മലമ്പുഴയിലുള്ള ജില്ലാ ജയിലിൽ കഴിയുന്നത്. അതിലേറിയ വലിയ മാനമായ കുറ്റം ചെയ്തിട്ടല്ല, പക്ഷേ ഈ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പിടിക്കപ്പെട്ടവരാണ് കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ജനജീവിതത്തിന് തകർക്കാൻ ആവശ്യമായ രീതിയിലുള്ള പല മാനവമായിട്ടുള്ള സാധനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കൊണ്ടുവരിക, അതുപോലെ തന്നെ വളർച്ചക്കാരായിട്ടുള്ള പല റോഡുകളിലേക്ക് പടർത്താൻ ഉള്ള ഒരു സാധ്യത നമ്മുടെ ഈ കേരളത്തിൽ എല്ലാ കേരളത്തിലുള്ള ഒരു പ്രദേശത്ത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ അധ്യക്ഷയായി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ A. ഷാബിറ അവാർഡ് ദാനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ്മി ജോസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KR വിദ്യ ദിനാചരണ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം VK ജയപ്രകാശ്, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രിയ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ സുനിത സത്താർ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ, പുതുപ്പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PR ഷിനോജ് മറ്റുദ്യോഗസ്ഥർ പങ്കെടുത്തു. ART മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജില്ലാ എയ്ഡ്സ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ C. ഹരിദാസൻ സ്വാഗതവും ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ഇൻചാർജ് റെജീന രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.